സോ ഇത് മൊഡ്യൂൾ 6 ടോപ്പിക്കാണ് റങ്കിക്കുട്ട മെത്തേഡ് അല്ലെങ്കിൽ ആർക്കെ മെത്തേഡ്. ഓക്കെ, this method is used to solve first order differential equation. For example, y dash is equal to f of xy ആണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഗിവൺ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ ആൻഡ് y of h naught is equal to y naught, that is h naught y naught also ഗിവൺ ആണ് നമുക്ക്. അതുപോലെ തന്നെ h1 h2 h3 എന്ന് പറയുന്നത് h എന്നുള്ളത് ഒരു ഇക്വിഡിസ്റ്റൻ്റ് പോയിന്റിൽ ആ വാല്യൂവിലാണ് നിൽക്കുന്നത്. h1 h2 h3. y1 എന്ന് പറഞ്ഞാൽ y of h1. ഓക്കെ, y1 ഈസ് ഈക്വൽ ടു y നോട്ട് പ്ലസ് y1 എന്ന് പറയുന്നത് y നോട്ട് പ്ലസ് ഈ മെത്തേഡിൻ്റെ ഇക്വേഷനാണിത്. y നോട്ട് പ്ലസ് 1/6 ഇൻറ്റു k1 പ്ലസ് 2k2 പ്ലസ് 2k3 പ്ലസ് k4 ആൻഡ് k1 ഈസ് ഈക്വൽ ടു h ഇൻറ്റു f ഓഫ് h നോട്ട് y നോട്ട്, k2 ഈസ് ഈക്വൽ ടു h ഇൻറ്റു f ഓഫ് h നോട്ട് പ്ലസ് h ബൈ 2 പ്ലസ് y നോട്ട് പ്ലസ് k1 ബൈ 2, k3 ഈസ് ഈക്വൽ ടു h into f of h naught plus h by 2 comma y naught plus k2 by 2 and k4 is equal to h into f of h naught plus h y naught plus k3. Okay, in case ഇത് y2 ആണെങ്കിൽ y2 is equal to y1 പ്ലസ് ആയിരിക്കും ഇവിടെ വരിക ആൻഡ് 1/6 ഇൻറ്റു ഈ ബ്രാക്കറ്റിനുള്ള സെയിം ഇക്വേഷൻ ആയിരിക്കും. ആൻഡ് ഈ ഒരു k1 എന്ന് പറയുന്ന ഇതിൻ്റെ വാല്യൂവിൽ h നോട്ട് y നോട്ടിന് പകരം ഇവിടെ h1 y1 വരും. ഓക്കെ, സോ ജനറലൈസ് ചെയ്ത് നമുക്ക് എച്ച് നോട്ട് വൈ നോട്ടൊക്കെ മാറി h1 y1 ആയി മാറും. ഇൻ കേസ് ഇവിടെ y2 ആണ് കാണുന്നതെങ്കിൽ. സോ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇക്വേഷൻ yn പ്ലസ് 1 ഈസ് ഈക്വൽ ടു yn പ്ലസ് 1/6 ഇൻറ്റു k1 പ്ലസ് 2k2 പ്ലസ് 2k3 പ്ലസ് k4 ആൻഡ് k1 ഈസ് ഈക്വൽ ടു h ഇൻറ്റു ഫങ്ഷൻ ഓഫ് എഫ് ഓഫ് എച്ച് എൻ വൈ എൻ. ഇവിടെ എന്താണോ എൻ, ആ എൻ വാല്യൂ ഉള്ള എച്ച് എൻ വൈ എൻ ആണ്. ഓക്കെ, ആൻഡ് കെ ടു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് എൻ പ്ലസ് എച്ച് ബൈ 2 കോമ വൈ എൻ പ്ലസ് കെ 1 ബൈ 2, കെ 3 ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എഫ് ഓഫ് എച്ച് എൻ പ്ലസ് എച്ച് ബൈ 2 വൈ എൻ പ്ലസ് കെ 2 ബൈ 2, കെ 4 ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എഫ് ഓഫ് എച്ച് എൻ പ്ലസ് എച്ച് കോമ വൈ എൻ പ്ലസ് കെ 3. ഓക്കെ, കെ 4 ഇക്വേഷനിൽ ഫങ്ഷൻ്റെ ഉള്ളിലുള്ള വാല്യൂസിൽ ചേഞ്ച് ഉണ്ട്. എച്ച് എൻ പ്ലസ് എച്ചും വൈ എൻ പ്ലസ് കെ 3 ആണ്. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ മെയിനായിട്ട്. ഇത് തിയറി അധികം ഇല്ല, ഈ ഒരു ഇക്വേഷൻ മാത്രം മനസ്സിലാക്കി വെക്കുക. സോ പ്രോബ്ലം 1 സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്ലൈ റങ്കിക്കുട്ട മെത്തേഡ് ടു ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് വൈ വെൻ എച്ച് ഇസ് ഈക്വൽ ടു 0.2 ഗിവൺ ദാറ്റ് വൈ ഡാഷ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ y dash is equal to h plus y and y is equal to 0 when h is equal to 0. Okay, so h naught y naught നമുക്ക് തന്നിട്ടുണ്ട്. then the solution എന്ന് പറയുമ്പോൾ f of xy is equal to h plus y, അതായത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dash is equal to h plus y, ഈ h plus y ആണ് നമ്മുടെ f of xy. സോ അത് ഓക്കെ ആണ്. എച്ച് നോട്ട് ഇസ് ഈക്വൾ ടു 0, വൈ നോട്ട് ഇസ് ഈക്വൾ ടു 0, ടേക്ക് എച്ച് ഇസ് ഈക്വൾ ടു 0.2. നമുക്കിവിടെ എച്ച് എന്ന് പറയുന്നത് 0.2, വെൻ എച്ച് ഇസ് ഈക്വൾ ടു 0.2 വൈ വാല്യൂ എത്രയാണെന്നാണ് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ നമ്മുടെ ഫൈനൽ വാല്യൂ എച്ചിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 0.2 ആ 0.2 വരെയാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ഫസ്റ്റ് എച്ച് നോട്ട് 0 ആണ്, അത് കഴിഞ്ഞിട്ട് h1 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് നമ്മൾ 0.2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ എച്ചിൻ്റെ വാല്യൂ 0.2 ആയിരിക്കും. അതായത് എച്ച് നോട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മൾ h1 വാല്യൂ തന്നെ ആൻസർ ഫിനിഷ് ചെയ്യാൻ അങ്ങനെ ഒരു ഫസ്റ്റ് ഒരൊറ്റ സ്റ്റെപ്പേ വരുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ കുറേ സ്റ്റെപ്സ് ഇൻവോൾവ് ആകും നമ്മൾ എച്ച് വാല്യൂ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. സോ നമ്മൾ എച്ച് വാല്യൂ 0.2 ചൂസ് ചെയ്യുകയാണെങ്കിൽ സോ h1 എന്ന് പറയുന്നത് h നോട്ട് പ്ലസ് h 0 പ്ലസ് 0.2 ദാറ്റ് ഈസ് 0.2. h1 എന്ന് പറയുന്നത് 0.2 ആയി. ആൻഡ് h1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.2 എന്ന് പറയുന്നത് h1 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ y1 ആണ്. സോ y1 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആണ് നമ്മുടെ ആൻസർ.
സോ y1 ആയിരിക്കും നമ്മുടെ ആൻസർ. y1 കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ y1 ഈസ് ഈക്വൽ ടു y0 പ്ലസ് 1/6 ഇൻറ്റു k1 പ്ലസ് 2 k2 പ്ലസ് 2 k3 പ്ലസ് k4. നമുക്കറിയുന്ന ഇക്വേഷനാണ്. k1 കാണാനുള്ള ഫോർമുലാസ് k2 കാണാനും k3 k4ൻ്റെ ഫോർമുലാസാണിത്. സോ നമ്മുടെ k1 എന്ന് പറയുന്നത് h ഇൻറ്റു എഫ് ഓഫ് എച്ച് നോട്ട് വൈ നോട്ടാണ്. നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എച്ച് പ്ലസ് വൈ ആണ്. എച്ച് എന്ന് പറയുന്നത് 0.2 ആണ്. സോ 0.2 ഇൻറ്റു എഫ് ഓഫ് എച്ച് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എച്ച് നോട്ട് ഈസ് ഈക്വൾ ടു 0 ആൻഡ് വൈ നോട്ട് ഈസ് ഈക്വൾ ടു 0. സോ അത് 0 ആണ്. k1 എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് k2 ഈസ് ഈക്വൾ ടു 0.2 ഇൻറ്റു എഫ് ഓഫ് എച്ച് നോട്ട് പ്ലസ് എച്ച് ബൈ 2, അതായത് 0 പ്ലസ് 0.2/2 പ്ലസ് ആൻഡ് വൈ നോട്ട് പ്ലസ് k1/2. സോ നമ്മുടെ എച്ച് വാല്യൂ എന്ന് പറയുന്നത് എച്ച് നോട്ട് പ്ലസ് എച്ച് ബൈ 2, വൈ വാല്യൂ എന്ന് പറയുന്നത് വൈ നോട്ട് പ്ലസ് k1/2 ആണ്. സോ k1 നമുക്ക് 0 ആണെന്നറിയാം, വൈ നോട്ടും 0 ആണെന്നറിയാം. സോ അത് പ്ലസ് 0 ആയിരിക്കും. സോ അതെന്തായിരിക്കും 0.2 ഇൻറ്റു 0.1 is equal to 0.02. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു 0.2 ഇൻറ്റു എച്ച് നോട്ട് പ്ലസ് എച്ച് ബൈ 2 വൈ നോട്ട് പ്ലസ് k2/2. അപ്പോൾ സെയിം തന്നെയാണ്. 0.1 പ്ലസ് k2 എന്ന് പറയുന്നത് എന്താണ് 0.02, 0.02/2. ഓക്കെ. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് equal to 0.022 ആൻഡ് ദ ലാസ്റ്റ് വാല്യൂ k4 എന്ന് പറയുന്നത് 0.2 ഇൻറ്റു എഫ് ഓഫ് എച്ച് നോട്ട് പ്ലസ് എച്ച്, അതായത് 0.2, എച്ച് നോട്ട് 0 ആണ്, പ്ലസ് വൈ നോട്ട് എന്ന് പറയുന്ന വാല്യൂ 0 ആണ്, k3 എന്ന് പറയുന്ന വാല്യൂ 0.022 ആണ്. ഓക്കെ, is equal to 0.0444. ഓക്കെ, നമ്മുടെ k1 0, k2 എന്ന് പറയുന്നത് 0.02, k1 എന്ന് പറയുന്നത് 0, k2 എന്ന് പറയുന്നത് 0.02 ആൻഡ് k3 is equal to 0.022 ആൻഡ് k4 is equal to 0.0444. സോ നമുക്ക് k1, k2, k3, k4 വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്തു. നമ്മൾ ഡയറക്റ്റായിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. y1 is equal to y നോട്ട് എന്ന് പറയുന്നത് എന്താണ് 0 ആണ്, പ്ലസ് 1/6 ഇൻറ്റു k1 എന്ന് പറയുന്ന വാല്യൂ 0 പ്ലസ് 2 ഇൻറ്റു 0.02 പ്ലസ് 2 ഇൻറ്റു 0.022 പ്ലസ് 0.0444. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y1 വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0214. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഈ മെത്തേഡിലെ ഇക്വേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ജനറലൈസ്ഡ് ഫോർമുല എഴുതി വെക്കണം. ഓക്കെ, ജനറലൈസ്ഡ് ഫോർമുല എഴുതിയതിന് ശേഷം സോൾവിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y dash plus y tan h is equal to sin 2h when y of 0 is equal to 1 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് h is equal to 0, h not is equal to 0 and y not is equal to 1 എന്ന് നമുക്കറിയാം. ആൻഡ്
അതായത് h is equal to 0.2 find y using Arche method. അത് സെയിം പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെ h is equal to 0.2 ടൈമിലുള്ള y വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്ലിയർ ആയി എഴുതണം. അത് ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് ആക്കണം. സോ അതിൻ്റെ അതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത് എഴുതുക. y1 is equal to sin 2x മൈനസ് y tan x ഇംപ്ലൈസ് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ. നമ്മളെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ആൻഡ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആൻഡ് വൈ നോട്ട് ഈസ് ഈക്വൽ ടു 1. ഓൾസോ എക്സ് ഈസ് ഈക്വൽ ടു 0.2. നമ്മളിത് കഴിഞ്ഞ സ്റ്റെപ്പിലെ പോലെ എത്ര സ്റ്റെപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 വൈ നോട്ട് ഈസ് ഈക്വൽ ടു 1 ആണ്. എനിവേ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു h1 എന്ന് പറയുന്നത് എച്ച് നോട്ട് പ്ലസ് എച്ച് ആണ്. നമുക്കൊരു എച്ച് വാല്യൂ ആയിട്ട് ഒരു 0.1 എടുക്കാം. 0.1 എടുക്കുമ്പോൾ എച്ച് നോട്ട് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആൻഡ് എച്ച് 0.1 ഇസ് ഈക്വൽ ടു 0.1 ആയിരിക്കും. ആൻഡ് h2 എന്ന് പറയുന്നത് 0.1 പ്ലസ് 0.1, അതായത് h1 പ്ലസ് എച്ച് ആണ് h2. h1 പ്ലസ് എച്ച് ആണ് h2. സോ 0.1 പ്ലസ് 0.1 ഈസ് ഈക്വൽ ടു 0.2. ദാറ്റ് ഈസ് നമുക്ക് h2 വരെ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. h2 ഈസ് ഈക്വൽ ടു 0.2 ആണ് നമുക്ക് മനസ്സിലായി. സോ y2 ഈസ് ദ കറസ്പോണ്ടിങ് ആൻസർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് y1 ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് y2 കാണാൻ പറ്റുള്ളൂ. That is y1 is equal to y1 എന്താണ് y0 plus 1/6 into k1 plus 2 k2 plus 2 k3 plus k4. Okay, ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് k1 k2 k3 k4 ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇക്വേഷൻസ് നമുക്കറിയാം. സിമിലർ വേ നമ്മൾ എന്ത് ചെയ്യണം, ഹെവി ടൈം എടുക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് വീഡിയോ ചെയ്യുന്നില്ല. ഓക്കെ, സിമിലർ വേ നമുക്ക് ഇതിലിപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y1 കാണാൻ കഴിയും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് y2 ആണ് കാണേണ്ടത്. y2 ആണ് നമ്മുടെ ഫൈനൽ ആൻസറായി വരുന്നത്. സോ y2 ഈസ് ഈക്വൽ ടു എന്താണ് y1 പ്ലസ് 1/6 ഇൻറ്റു k1 പ്ലസ് 2 k2 പ്ലസ് 2 k3 പ്ലസ് k4. ഓക്കെ, അതായത് y2 കാണാനുള്ള വാല്യൂസും നമുക്ക് അവൈലബിൾ ആണ്. k1 k2 k3 കാണാനുള്ള ഇക്വേഷൻസ് ഇൻ കേസ് ഓഫ് y2 നമുക്ക് എന്തായിരിക്കും, k1 ഈസ് ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് h1 y1 ആയിരിക്കും. ഓക്കെ, ആൻഡ് k2 ഈസ് ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എന്താണ് h1 പ്ലസ് h/2 y1 പ്ലസ് k1/2 ആൻഡ് k3 ഈസ് ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് h1 പ്ലസ് h/2 y1 പ്ലസ് k2/2 ആൻഡ് k4 ഈസ് ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് h1 പ്ലസ് h y1 പ്ലസ് k3. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് h1 എന്ന് പറയുന്നത് നമുക്ക് ഫൈൻഡ് ചെയ്ത് വെച്ചതാണ് നമ്മളിവിടെ. h1 എന്ന് പറയുന്നത് എന്താണ്,
h1 is equal to 0.1. സോ h1 0.1 ആണ്. ആൻഡ് y1 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന y1 വാല്യൂ നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, K1 K2 K3 ഒക്കെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ കിട്ടുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് K1 to K4 വാല്യൂസ് കിട്ടും. ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y2 ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ. ഇവിടെ നമുക്ക് ഉള്ള ക്വസ്റ്റ്യനിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് y' പ്ലസ് y ഓഫ് tan h sin 2h ആണ്. സോ y' sin 2h മൈനസ് y tan h ആക്കി. ഒരു കാര്യം നമ്മൾ കാൽക്കുലേറ്ററിൽ റേഡിയനിൽ കൊടുക്കണം വാല്യൂസ്. ഓക്കെ, എച്ച് ആൻഡ് വൈ വാല്യൂസ് നമ്മൾ h1 y1 വാല്യൂസും h0 y0 വാല്യൂസും കൊടുക്കുമ്പോൾ റേഡിയനിൽ കൊടുത്തിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഓൾ.